പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണെന്ന പൊതു നിലപാടാണ് യോഗത്തിൽ ഘടകകക്ഷികളെടുത്തത്. രൂക്ഷ വിമർശനമുയർത്തിയ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. ആദ്യം വേണ്ടത് യോജിപ്പാണ്. UDF യോഗം സമയം കളയലായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. JDU നേതാവ് വർഗീസ് ജോർജ്, ജോണി നെല്ലൂർ ഉൾപ്പെടെ മറ്റു ഘടകകക്ഷികളും ഇതേ നിലപാടിൽ തന്നെയായിരുന്നു. യോഗത്തിൽ വിമർശനം ഉയർന്നില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയതായും അറിയിച്ചു. യോഗത്തിൽ അങ്ങനെ യാതൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും സമരങ്ങൾ 6 മാസത്തിനകം ഒരിക്കലും AK ആന്റണി മുഖ്യ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും 6 മാസം അങ്ങനെ ചെയ്യാറില്ല. അത് UDFന്റെ ഒരു പ്രവർത്തന ശൈലിയാണ്. ജനുവരി 24-ന് കളക്ടറേറ്റുകൾ പിക്കറ്റ് ചെയ്യും. ഫെബ്രുവരി 1-ന് തിരുവനന്തപുരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. 4 മേഖലാ ജാഥകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഹകാരികളുടെ രാജ്ഭവൻ മാർച്ച് ജനുവരി 18 നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 6 മാസത്തിന് നടന്ന സമരപരിപാടികളുടെ പട്ടിക യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വിതരണം ചെയ്തു. LDF സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചു. പോലീസിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കും. പോലീസ് വഴിനീളെ ആളുകളെ മർദ്ദിക്കുന്നു, ആളുകളുടെ പേരിൽ UAPA ചുമത്തുന്നു, ചോദിക്കാനും പറയാനും ആളില്ലാത്ത സ്ഥിതിയാണ്. അരാജകത്വമാണ് കേരള പോലീസ്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.